ഞാനും ഷിയും ചേർന്ന് കൂടുതൽ സമാധാനപൂർണവും സുരക്ഷിതവുമായ ലോകം സൃഷ്ടിക്കും. അതിനായി ഞങ്ങൾ സാധ്യമായതെല്ലാം ചെയ്യും. ജനുവരിയിൽ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് തൊട്ടുമുൻപ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അവകാശവാദമാണിത്. നമ്മുടെ മോദിയെ പോലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെയും മൈ ഫ്രണ്ട് എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ മോദിയെപ്പോലെ അടുത്തെങ്ങോ ഫ്രണ്ടായ ആളല്ല ട്രംപിന് ഷീ. ചൈനീസ് നേതാവുമായി ദീർഘകാലമായി അടുത്ത സൗഹൃദമുണ്ടെന്നാണ് പുതിയ തീരുവ യുദ്ധത്തിന്റെ വൈരങ്ങൾക്കിടയിലും അദ്ദേഹം പറഞ്ഞത്. ഷിയെ ഭയങ്കര ബഹുമാനമാണെന്ന് വരെ കടത്തി പറഞ്ഞിട്ടുണ്ട് ട്രംപ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ ചൈന അതിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ കാര്യമാക്കേണ്ടുമില്ല. ഒരു ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ഭീമന് എപ്പോഴും സൗഹാർദ്ദത്തിൽ പൊതിഞ്ഞ കപടനാട്യത്തിന്റെ രാഷ്ട്രീയമാകുമല്ലോ പഥ്യം. അതേക്കുറിച്ച് ചൈനയ്ക്ക് കൃത്യമായ ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇരട്ടി പകരച്ചുങ്കം ചുമത്തി തിരിച്ചടിക്കുന്നത്. ഇപ്പോഴിതാ അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിന് കീഴ്പ്പെടുന്ന രാജ്യങ്ങൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചൈന. അമേരിക്കയ്ക്ക് വഴങ്ങി തങ്ങൾക്കെതിരെ നീങ്ങാൻ നിൽക്കണ്ട എന്നാണ് ചൈനയുടെ മുന്നറിയിപ്പ്. വിവിധ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ചൈനയെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ചുമത്തിയ വൻ തീരുവ പിൻവലിക്കണമെങ്കിൽ ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിൽ നിന്ന് പിന്മാറുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യണമെന്ന നിർദ്ദേശം US ഭരണകൂടം വിവിധ രാജ്യങ്ങൾക്ക് മുന്നിൽ വെച്ചതായാണ് വിവരം. പ്രീണനത്തിലൂടെ സമാധാനം ഉണ്ടാകില്ലെന്നും വഴങ്ങിക്കൊടുത്തെന്ന് കരുതി ബഹുമാനം കിട്ടുമെന്ന് കരുതേണ്ടെന്നുമാണ് ഈ വാർത്തകളോട് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതികരിക്കുന്നത്. ചൈനയുടെ താൽപ്പര്യങ്ങൾക്ക് പരിക്കുണ്ടാക്കുന്ന തരത്തിൽ കരാറിലെത്തുന്നത് ആരാണെങ്കിലും ശക്തമായി എതിർക്കും. അത്തരമൊരു സാഹചര്യം ഉടലെടുക്കുകയാണെങ്കിൽ ചൈന അതിനെ ഒരിക്കലും അംഗീകരിക്കില്ല. ശക്തമായ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനീസ് വാണിജ്യ മന്ത്രാലയം. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഈ രാഷ്ട്രീയ പോര് ആഗോള കുത്തക ഭീമന്മാരെയാണ് ഏറ്റവും അലട്ടുന്നത്. തീരുവ കുറയ്ക്കാൻ വിവിധ രാജ്യങ്ങൾക്ക് മുന്നിൽ ഓഫർ വെച്ച പോലെ ആഗോള കോർപ്പറേറ്റുകൾക്ക് നേരെയും ട്രംപ് ഭരണകൂടം സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുകയാണ്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ആ കമ്പനികൾ. കഴിഞ്ഞ ഏപ്രിൽ 9 അമേരിക്ക മിക്ക രാഷ്ട്രങ്ങൾക്കെതിരെയുമുള്ള പകരച്ചുങ്കം 90 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ ചൈനയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. പകരച്ചുങ്കം അടക്കം ചൈനീസ് ചരക്കുകൾക്ക് ഏർപ്പെടുത്തിയ തീരുവ 245% ഉയർത്തുകയും ചെയ്തു. ചൈനയുമായുള്ള ഇടപാട് ഒഴിവാക്കിയാൽ തീരുവയിൽ ഇളവ് ചെയ്യാമെന്നാണ് ട്രംപ് ഭരണകൂടം വിവിധ രാജ്യങ്ങൾക്ക് നൽകിയ ഓഫർ എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ 3 മാസത്തെ കാലാവധി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക. മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ചൈനയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനാണ് ട്രംപിന്റെ പദ്ധതിയെന്ന് വ്യക്തം. US ചരക്കുകൾക്കുള്ള തീരുവ 125% ഉയർത്തിയാണ് ചൈനയുടെ തിരിച്ചടി. നിരവധി US കമ്പനികൾക്കെതിരെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ ഹോളിവുഡ് ചിത്രങ്ങൾക്ക് പോലും വിലക്കും നിയന്ത്രണങ്ങളും നടപ്പാക്കി. ചൈനീസ് വിമാന കമ്പനികൾക്കായി കൊണ്ടുവന്ന 2 ബോയിങ് ജെറ്റുകൾ അമേരിക്കയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു അവർ. അമേരിക്ക ഒരു ഭാഗത്ത് സഖ്യകക്ഷികളെ തങ്ങൾക്ക് പിന്നിൽ നിർത്താൻ നോക്കുമ്പോൾ മറുഭാഗത്ത് ചൈനയും അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷീ ജിങ് പിങ് വിയറ്റ്നാം, മലേഷ്യ, കംബോഡിയ എന്നിവിടങ്ങളിൽ നടത്തിയ സന്ദർശനത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നത് അങ്ങനെയാണ്. ഈ രാജ്യങ്ങളുമായെല്ലാം വമ്പൻ ഉഭയകക്ഷി സഹകരണ കരാറുകളിലാണ് ചൈന ഒപ്പുവെച്ചത്. സ്വതന്ത്രമായ വ്യാപാരം ശക്തിപ്പെടുത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. യൂറോപ്യൻ യൂണിയനുമായും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായെല്ലാം ചൈന ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ചൈനയുമായി സാമ്പത്തിക രംഗത്ത് കൂടുതൽ സഹകരണ കരാറിലേക്ക് ഈ രാജ്യങ്ങൾ കടന്നേക്കും. എന്നാൽ ട്രംപിന്റെ പ്രതികാര നടപടികൾ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്.